बिहार में एसआईआर इंस्टीट्यूशनलाइज चोरी करने का तरीका है. ബീഹാറിൽ 50 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒറ്റ രാത്രിക്കകം വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടമായി. ഇതിന് കാരണമായ പ്രക്രിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ആരംഭിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയെ സംരക്ഷിക്കുകയും രാജ്യത്ത് നിർഭയത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉത്തരവാദിത്വവും ഇലക്ഷൻ കമ്മീഷനുണ്ട്. സാധാരണ ഇലക്ഷന് മുന്നേ നിശ്ചിത സമയത്തിനുള്ളിൽ മുൻ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി അഡീഷനും ഡിലീഷനും കമ്മീഷൻ നടത്താറുണ്ട്. പക്ഷേ 20 വർഷം മുന്നേയുള്ള വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ SIR നടപ്പിലാക്കുന്നത്. SIR വ്യത്യസ്തമാണ്. ഇവിടെ ഒരു തിടുക്കമുണ്ട്, വ്യക്തതയില്ലാത്ത സ്ഥിതിയുണ്ട്. ഇത് ഒരുതരം ഭീതി ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പൗരത്വത്തിനുള്ള രേഖയല്ലെന്ന് പറഞ്ഞിട്ടും ഇതൊരു ബാക്ക്ഡോർ പൗരത്വ പരീക്ഷണമാകുമോ എന്ന ഭീതി പലർക്കുമുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ആശങ്കകൾ ദൂരീകരിച്ചും നിശ്ചിത സമയം അനുവദിച്ചും വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് പകരം തിടുക്കത്തിൽ നടപ്പിലാക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? ബീഹാറിനെ നോക്കുക. 50 ലക്ഷത്തിലധികം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബൂത്ത് ലെവലിൽ ഒരു ചെറിയ ശതമാനം ആളുകളെയെങ്കിലും നീക്കം ചെയ്താൽ ഒരു മണ്ഡലത്തിൻ്റെ ഭാവി മാറ്റിമറിക്കാനാകും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ മാറ്റാനാകും. BJPയും കൂട്ടുകക്ഷികളും ബൂത്ത് കയ്യേറിയോ ആക്രമണങ്ങൾ നടത്തിയോ അല്ല, മറിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായി ഡിജിറ്റലായി നമ്മുടെ വോട്ടുകൾ കവർന്നെടുക്കുകയാണ്. കർണാടകയിൽ ഒരു വോട്ടിന് 80 രൂപ നിരക്കിൽ വോട്ട് ഡിലീഷൻ അനധികൃതമായി നടന്നിട്ടുണ്ട്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും സർക്കാരുകളെ വോട്ട് ചോരി എങ്ങനെ ബാധിച്ചുവെന്ന് കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നമ്മോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. മോദി പറഞ്ഞത് ബീഹാറിനെ വീഴ്ത്തി ഇനി ബംഗാൾ എന്നാണ്. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വലിയ ദൂരമില്ല എന്ന് നാം ഓർക്കുക. ബ്രസീലിയൻ മോഡലിന് വോട്ട് ചേർക്കുകയും മരിച്ചവർക്ക് വോട്ട് നൽകുകയും കൃത്യമായ രേഖകളുള്ളവരെ വോട്ടിങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയും ഇവിടെ ജനാധിപത്യത്തെ നിരന്തരം കശാപ്പ് ചെയ്യുകയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ നടക്കുന്ന, ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആരെ സംരക്ഷിക്കാനാണ് ഈ നിസ്സംഗത? ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിച്ച പോലെ ഇപ്പോൾ നമ്മുടെ വോട്ടും അവർ നിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ: SIRനെ ഒരിക്കലും ലാഘവത്തോടെ സമീപിക്കരുത്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക. ഇത് കേവലം രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, നമ്മുടെ അടിസ്ഥാന അവകാശത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വോട്ട് സംരക്ഷിക്കുക. കാരണം വോട്ട് എന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്.